ബീഹാർ മുഖ്യമന്ത്രി സ്ഥാനം നിതീഷ് കുമാർ ഇന്ന് രാജിവെക്കും. രാവിലെ 11-ന് നിതീഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ അവസാന മന്ത്രിസഭാ യോഗം ചേരും. നിതീഷ് കുമാറിന്റെ കീഴിൽ ബീഹാർ കൈവരിച്ച നേട്ടങ്ങൾ യോഗത്തിൽ ചൂണ്ടിക്കാട്ടും. മന്ത്രിസഭാ യോഗത്തിന് ശേഷം നിതീഷ് കുമാർ ഗവർണർക്ക് രാജിക്കത്ത് സമർപ്പിക്കും. JDU BJP നിയമസഭാ കക്ഷി യോഗവും ഇന്ന് NDA യോഗവും ചേരും. നിതീഷ് കുമാർ രാജ്യസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്തതോടെ ഉപമുഖ്യമന്ത്രി സാമ്രാട്ട് ചൌധരി, കേന്ദ്രമന്ത്രി നിത്യാനന്ദ് റായ്, സംസ്ഥാന BJP മുൻ പ്രസിഡന്റ് ദിലീപ് കുമാർ ജയ്സ്വാൾ എന്നിവരുടെ പേരുകളാണ് മുഖ്യമന്ത്രി പദത്തിലേക്ക് പരിഗണനയിലുള്ളത്. നിതീഷ് കുമാറിന്റെ മകൻ നിശാന്ത് കുമാറിനെ ഉപമുഖ്യമന്ത്രി ആക്കിയേക്കും. സാമ്രാട്ട് ചൌധരിയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നതെങ്കിൽ ബീഹാറിന്റെ ചരിത്രത്തിലാദ്യമായായിരിക്കും BJP മുഖ്യമന്ത്രി എത്തുക. അതേസമയം നിതീഷ് കുമാറിന് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ ആഗ്രഹമില്ലെന്നും എന്നാൽ BJPയുടെ നിർബന്ധപ്രകാരമാണ് രാജ്യസഭയിലേക്ക് പോകുന്നതെന്നുമാണ് RJD വർക്കിംഗ് പ്രസിഡന്റ് തേജസ്വി യാദവ് ആരോപിച്ചത്. നിതീഷ് കുമാർ ഇന്ന് ബീഹാർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കും. രാവിലെ 11-ന് നിതീഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ അവസാന മന്ത്രിസഭാ യോഗം ചേരും. നിതീഷ് കുമാറിന്റെ കീഴിൽ ബീഹാർ കൈവരിച്ച നേട്ടങ്ങൾ യോഗത്തിൽ ചൂണ്ടിക്കാട്ടും. മന്ത്രിസഭാ യോഗത്തിന് ശേഷം നിതീഷ് കുമാർ ഗവർണർക്ക് രാജിക്കത്ത് സമർപ്പിക്കും. JDU BJP നിയമസഭാ കക്ഷി യോഗവും ഇന്ന് NDA യോഗവും ചേരും. നിതീഷ് കുമാർ രാജ്യസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്തതോടെ ഉപമുഖ്യമന്ത്രിയായ സാമ്രാട്ട് ചൌധരി, കേന്ദ്രമന്ത്രി നിത്യാനന്ദ് റായ്, സംസ്ഥാന BJP മുൻ പ്രസിഡന്റ് ദിലീപ് കുമാർ ജയ്സ്വാൾ എന്നിവരുടെ പേരുകളാണ് പ്രധാനമായും മുഖ്യമന്ത്രി പദത്തിലേക്ക് പരിഗണനയിലുള്ളത്. നിതീഷ് കുമാറിന്റെ മകൻ നിശാന്ത് കുമാറിനെ ഉപമുഖ്യമന്ത്രിയാക്കിയേക്കും. സാമ്രാട്ട് ചൌധരിയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുകയെങ്കിൽ ബീഹാറിന്റെ ചരിത്രത്തിൽ ആദ്യമായായിരിക്കും ഒരു BJP മുഖ്യമന്ത്രി എത്തുക. അതേസമയം നിതീഷ് കുമാറിന് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ ആഗ്രഹമില്ല എന്നും എന്നാൽ BJPയുടെ നിർബന്ധപ്രകാരമാണ് രാജ്യസഭയിലേക്ക് പോകുന്നത് എന്നതുമാണ് RJD വർക്കിംഗ് പ്രസിഡന്റായ തേജസ്വി യാദവ് ആരോപിച്ചത്.